സൗരോർജം, കാറ്റാടി, വൈദ്യുതി, ഹരിതോർജം ഇവയാണ് ഇന്ത്യയുടെ ഭാവിയെന്ന് നാം നിരന്തരം കേൾക്കുന്നു. എന്നാൽ ഒരു വലിയ ചോദ്യമുണ്ട്. സൂര്യൻ അസ്തമിച്ചാൽ സൗരോർജം എവിടെ നിന്ന് ലഭിക്കും? കാറ്റ് വീശാതിരുന്നാൽ കാറ്റാടികൾ എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബെസ്, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇന്ത്യ ഇന്ന് വലിയൊരു ഊർജ്ജ വിപ്ലവത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സൗരോർജം, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ നാം വൻതോതിൽ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ പകൽ സമയത്ത് സുലഭമായി ലഭിക്കുന്ന ഈ സൗരോർജം രാത്രികാലങ്ങളിൽ കൂടിയ വൈദ്യുതി ആവശ്യകതയ്ക്കായി സംഭരിച്ചു വയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇന്ത്യ നടപ്പിലാക്കുന്ന വലിയ പദ്ധതികളാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും പംപ്ഡ് ഹൈഡ്രോ പ്ലാന്റുകളും. എന്തുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയുടെ നെടുംതൂണായി മാറ്റുന്നത്? ലോകമെമ്പാടും അതിവേഗം വളരുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ബെസ് എന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ലളിതമായി പറഞ്ഞാൽ, വൈദ്യുതി ആവശ്യത്തിന് മിച്ചമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വലിയ ബാറ്ററികളിൽ സംഭരിക്കുകയും ആവശ്യകത കൂടുമ്പോൾ വീണ്ടും ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് ബെസ്. ഇതൊരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെയാണ്. ഫോൺ ഉപയോഗിക്കാത്തപ്പോൾ ചാർജ് സംഭരിക്കും, ആവശ്യമുള്ളപ്പോൾ ആ ചാർജ് ഉപയോഗിക്കും. വ്യത്യാസം ഒന്ന് മാത്രം. ഇവിടെ മൊബൈൽ ബാറ്ററി അല്ല, 100 കണക്കിന് മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കാൻ കഴിയുന്ന ഭീമൻ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ 2030 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ശേഷി ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ വലിയ പങ്കും സൗരോർജം, കാറ്റാടി വൈദ്യുതി എന്നിവയിൽ നിന്നായിരിക്കും. പക്ഷേ ഇവയ്ക്ക് ഒരു പരിമിതിയുണ്ട്. സൗരോർജം പകൽ മാത്രമാണ് ലഭ്യമാവുക. കാറ്റാടി വൈദ്യുതി കാറ്റിൻ്റെ ശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പാദനവും ആവശ്യകതയും ഒരേ സമയത്താകണമെന്നില്ല. അവിടെയാണ് ബെസ് നിർണായകമാകുന്നത്. ഒരു ഉദാഹരണം നോക്കാം. സൂര്യപ്രകാശം ശക്തമായ ഉച്ചയ്ക്ക് 1 മണി. സോളാർ പ്ലാന്റുകൾ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ വീടുകളിലും ഓഫീസുകളിലും ഉപയോഗം താരതമ്യേന കുറവാണ്. ഈ അധിക വൈദ്യുതി ബസ്സിൽ സംഭരിക്കും. വൈകിട്ട് 7 മണിയാകുമ്പോൾ ജനങ്ങൾ വീട്ടിലെത്തുന്നു. ലൈറ്റുകൾ, ഫാനുകൾ, എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ എല്ലാം പ്രവർത്തിക്കുന്നു. വൈദ്യുതി ആവശ്യകത കുത്തനെ ഉയരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ ബസ് സംഭരിച്ച വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകും. ഇതിലൂടെ വൈദ്യുതി വിതരണം സ്ഥിരതയാർന്നതാകുന്നു. ഒന്നാമത്, വൈദ്യുതി പാഴാകുന്നത് കുറയും. മിച്ചമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കളയേണ്ടി വരില്ല. രണ്ടാമത്, വൈദ്യുതി മുടക്കം കുറയുമെന്നതാണ്. ഗ്രിഡിന് ആവശ്യമായ സമയത്ത് വൈദ്യുതി ലഭ്യമാകുകയും ചെയ്യും. മൂന്നാമത്, ഡീസൽ ജനറേറ്ററുകളെ ആശ്രയിക്കുന്നത് കുറയും. ഇത് മലിനീകരണവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കാനിടയാക്കും. നാലാമത്, വൈദ്യുതി ഗ്രിഡിൻ്റെ സ്ഥിരത വർദ്ധിക്കുമെന്നതാണ്. വോൾട്ടേജ്, ഫ്രീക്വൻസി എന്നിവ നിയന്ത്രിക്കാൻ ബസ് സഹായിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാം അനുകൂലമാണെന്ന് കരുതാൻ വരട്ടെ. ഉയർന്ന ചെലവാണ് പ്രധാന വെല്ലുവിളി. വലിയ ബാറ്ററികൾ സ്ഥാപിക്കാൻ വലിയ നിക്ഷേപം വേണം. ബാറ്ററികളുടെ ആയുസിൻ്റെ കാര്യവും വെല്ലുവിളി തന്നെയാണ്. ലിഥിയം അയൺ ബാറ്ററികൾക്ക് പരിമിതമായ ലൈഫേ ഉള്ളൂ. അസംസ്കൃത വസ്തുക്കൾ, ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ ധാതുക്കളുടെ ലഭ്യതയും വിലയും വലിയ വെല്ലുവിളിയാണ്. ബാറ്ററികളുടെ റീസൈക്ലിംഗ് ആണ് മറ്റൊരു പ്രശ്നം. കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ സുരക്ഷിതമായി പുനരുപയോഗിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യേണ്ടത് വലിയ ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങളിലേക്ക് വൻതോതിലുള്ള കോർപ്പറേറ്റ് നിക്ഷേപങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇതിനു പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. കുറഞ്ഞ നിർമ്മാണ ചെലവ്. മുൻപ് 1 കിലോവാട്ട് അവർ ബാറ്ററി സ്റ്റോറേജിന് 10 രൂപ 18 പൈസ വരെ ചെലവ് വന്നിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തോടെ അത് ഏകദേശം 2 രൂപ 80 പൈസയായി കുറഞ്ഞു. വിലയിലുണ്ടായ ഈ ഇടിവ് രാജ്യത്ത് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കമ്പനികളെ പ്രേരിപ്പിച്ചു. ഇന്ത്യയിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ കമ്പനികളും ചേർന്ന് നിരവധി ബസ് പദ്ധതികൾ നടപ്പാക്കുകയാണ്. വലിയ സോളാർ പാർക്കുകൾ, നഗര വൈദ്യുതി വിതരണ ശൃംഖല, വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിൽ ബസ് വ്യാപകമായി ഉപയോഗിക്കാൻ പദ്ധതികളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തര ബാറ്ററി നിർമ്മാണത്തിനും സർക്കാർ പ്രോത്സാഹനം നൽകുന്നു. രാജ്യത്തെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ 2030 തങ്ങളുടെ ആകെ വൈദ്യുതിയുടെ 1% മുതൽ 4% വരെ സ്റ്റോറേജ് അസറ്റുകളിൽ നിന്ന് സംഭരിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പദ്ധതികൾക്കായി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങും ട്രാൻസ്മിഷൻ ചാർജ് ഇളവുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി, വിക്രം സോളാർ, ഗെയിൽ തുടങ്ങിയ വൻകിട കമ്പനികളും കേരളത്തിൻ്റെ KSEB ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂട്ടിലിറ്റികളും ഈ മേഖലയിൽ
കോടികളുടെ നിക്ഷേപവുമാണ് നടത്തിവരുന്നത്. അമേരിക്ക, ചൈന, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വൻതോതിൽ ബാറ്ററി സംഭരണ സംവിധാനങ്ങളിൽ നിക്ഷേപം നടത്തുകയാണ്. കാരണം ഒരു കാര്യം വ്യക്തമാണ്. ഹരിതോർജ്ജത്തിൻ്റെ ഭാവി വെറും സോളാർ പാനലുകളിലും കാറ്റാടികളിലും മാത്രമല്ല, ആ ഊർജം എങ്ങനെ സംഭരിക്കുന്നു എന്നതിലും ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജരംഗം ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ്. സൗരോർജ്ജവും കാറ്റാടി വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രം പോരാ, അവയെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തിക്കാൻ കൂടി കഴിയണം. അതിന് ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബെസ്. ഭാവിയിൽ വൈദ്യുതി വില, വൈദ്യുതി വിതരണത്തിൻ്റെ വിശ്വാസ്യത, ഹരിതോർജ്ജത്തിൻ്റെ വ്യാപനം ഇവയെല്ലാം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി ബെസ് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശുദ്ധ ഊർജ്ജ ഭാവി യാഥാർത്ഥ്യമാക്കാൻ സൗരോർജ്ജവും കാറ്റാടിയും പോലെ തന്നെ വലിയ ബാറ്ററികളും അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.